ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു മൈ വെഡിങ് ഡേ. അപ്പോൾ സമയം 4:15 ആയിട്ടുണ്ട്. പാർട്ട് 1 വീഡിയോ കണ്ടവർക്ക് അറിയാമായിരിക്കും. എൻ്റെ നെയിൽ ആർട്ടൊക്കെ ചെയ്തതിന് ശേഷം എല്ലാവരും കൂടി RDR ഓഡിറ്റോറിയത്തിൽ വന്നു. ഞാൻ വീട്ടിലോട്ട് പോയി ജസ്റ്റ് കുളിച്ച് റെഡിയാവാനൊക്കെ വേണ്ടിയിട്ട്. ഇവരെല്ലാവരും കൂടി ഇവിടെ ഓഡിറ്റോറിയത്തിൽ വന്നു. ഇവിടുത്തെ ഒരുക്കങ്ങളൊക്കെ എന്തായി, ഏതുവരെ ആയി എന്നൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇവിടെ വന്നതാണ്. മൊത്തത്തിലെല്ലാം ഒരു ഹറിബറി ആയിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതിന് മുന്നേ സംഭവിച്ച കാര്യങ്ങളെല്ലാം ഉള്ള വീഡിയോ ഇപ്പോൾ ഐ ബട്ടണിൽ കാണാം, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉണ്ട്. കല്യാണത്തിൻ്റെ അന്ന് രാവിലെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഒന്ന് അമ്പലത്തിൽ പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേഗം ഇറങ്ങുകയാണ്. നമുക്ക് സമയം തീരെയില്ല. ഓൾമോസ്റ്റ് 5:30 കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ പോയിട്ട് വന്നാൽ മാത്രമേ, എന്നിട്ട് വേണം നമുക്ക് പിന്നീട് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അമ്മ ഇറങ്ങിയില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു. പക്ഷേ നോക്കിയിട്ട് കാര്യമില്ല. അമ്മ എന്തൊക്കെയോ കല്യാണ തിരക്കുകൾ അറിയാമല്ലോ, അതിൽ പെട്ടിച്ചിരി ലേറ്റ് ആയതാണ്. അപ്പോൾ അമ്മ അങ്ങോട്ട് എത്തിക്കോളാം, നിങ്ങൾ ഇനിയിപ്പോൾ മേക്കപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്യേണ്ടതല്ലേ, ലേറ്റ് ആവണ്ടെന്ന് വെച്ചിട്ട് നമ്മളിത് ആദ്യം വന്നത് പഴവങ്ങാടിയിലാണ്. അപ്പോൾ എന്തൊരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിലും ഇവിടെ വന്നിട്ടൊരു തേങ്ങ ഉടയ്ക്കാതെ ഒന്നും സ്റ്റാർട്ട് ചെയ്യാറില്ല. അങ്ങനെയാണ്. അതിന് എന്തൊരു കാര്യമാണെങ്കിലും നമ്മൾ ഈ ലോങ് ഒക്കെ പോകുന്നതിന് മുന്നേ പോലും ഇവിടെ വന്നിട്ടൊരു തേങ്ങ അടിച്ചിട്ട് പോകാമെന്ന് പറയുന്നത്. ആംബുലൻസ് ഓടിക്കും പോലെ വണ്ടി ഓടിച്ചോണ്ടിരിക്കണം. അത് എൻ്റെ ഒരു സൈറനും കൂടെ തരട്ടെ. കലിപ്പിലാണ്. ഇനി ഞാൻ തിരിച്ചു കാണിച്ചു തരാം. ചേട്ടാ ഇങ്ങനെ നടന്ന് വിളിക്കാതെ ഞാൻ വരാം. ഈ ഫോണെ തല്ലിപ്പൊടിച്ച് കളയിച്ചേ പറയണ. മരണം ശരി. എന്റെ ഫോണ് പോയി. നിന്റെ ഫോണാണ് പോയത്. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് ലേറ്റായിപ്പോയി ഇറങ്ങിയപ്പോൾ. പിന്നെ അമ്മ ഉണ്ടായിരുന്നു വണ്ടിയിൽ. പിന്നെ താലിമാല എടുക്കാൻ പറഞ്ഞിട്ട് അമ്മ വീണ്ടും തിരിച്ചു പോയി. പിന്നെ അമ്മ വേറെ വണ്ടിയിലായിപ്പോയി. അങ്ങനെ നമ്മൾ ഈ വെപ്രാളത്തിലാണ് ശരിക്കും പറഞ്ഞാൽ. ആംബുലൻസിൽ പോകുന്ന പോലെയാണ് ശരിക്കും അവിടെ എത്തിയത്. എല്ലാവരും എത്തിയിട്ട് അവിടെ കിടന്ന് വിളിയായിരുന്നു.
എന്താ തിരിച്ചു വരല്ലേ അടുത്ത ആഴ്ച? അടുത്ത ആഴ്ച അല്ല, മറ്റന്നാ വരുമല്ലോ വിരുന്നിന്. നോ നോ നോ. അയ്യോ 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 അയ്യോ. മേക്കപ്പ് പോ. ജസ്റ്റ് ഒന്ന് തിരിഞ്ഞേ, തിരിയൂ, ജസ്റ്റ് ഒന്ന് തിരിഞ്ഞേ. എന്തൊക്കെയോ പറഞ്ഞല്ലോ. എവിടെ എവിടെ ദേവിക? നോക്കട്ടെ നോക്കട്ടെ. കണ്ണടച്ചേക്കുന്നോ? ധ്യാനത്തിലാണോ അമ്മേ? അല്ല പിന്നെ കണ്ട വില വേണ്ട, കട്ടൊക്കെ വെക്കാം. എന്താ അമ്മേ, വിഷമമുണ്ടോ? ഇനി എന്തൊക്കെയാന്ന് പറഞ്ഞാലും വല്ലാത്തൊരു ദിവസം തന്നെയല്ലേ. അന്ന് എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് സത്യം പറഞ്ഞാൽ എനിക്കൊരു സ്വപ്നം കണ്ടൊരു ഫീലാണ്. ഇപ്പോഴും എൻ്റെ പല വീഡിയോസും എഡിറ്റ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ശരിക്കും ഇപ്പോൾ എഡിറ്റ് ചെയ്യാൻ എടുത്തപ്പോഴാണ് ഞാൻ കാണുന്നത്. കരഞ്ഞ് എൻ്റെ ഐലാഷസ് ഒക്കെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഇളകിപ്പോയി. അപ്പോൾ അത് ഫിക്സ് ചെയ്തപ്പോൾ ഇനി വീഡിയോ ആയിപ്പോയതാണോ ഞാൻ അറിയാതെ, എന്താണെന്നറിയാൻ വയ്യ. ഇവിടെ നിന്ന് വീട്ടിലെത്തിയതിന് ശേഷം അവിടുത്തെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു കുറച്ച് നേരം. റിസപ്ഷൻ നെക്സ്റ്റ് ഡേ ആയിരുന്നു. അതുകൊണ്ട് അന്ന് പിന്നെ പ്രത്യേകിച്ച് വേറെ പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. വെഡിങ്ങിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഇതുവരെ പോസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നെക്സ്റ്റ് വീക്ക് എന്തായാലും ആ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മളെടുത്ത് വെച്ച കുഞ്ഞു കുഞ്ഞു വീഡിയോസ് മാത്രമായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് വീക്ക് ആ വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.